യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ വാഗ്ദത്ത വചനം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. ഇന്നത്തെ വാഗ്ദത്ത വചനം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. ആ വാക്യം ഇപ്രകാരമാണ്: നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായത് എന്തെന്നും വിവേചിച്ചറിയുവിൻ. അപ്പോൾ നിങ്ങൾക്ക് വിവേചിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, ഓർക്കുക, ഈ വചനം വഴി ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഈ വചനത്തെ വെളിപ്പെടുത്തുക. കർത്താവ് പറയാണ്, നാം ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായത് എന്തെന്നും വിവേചിച്ചറിയുവാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, ലോകത്തോട് അനുരൂപപ്പെടാതെ, ലോകത്തിൻ്റെതായ ചിന്തകളാൽ നയിക്കപ്പെടാതെ, ദൈവിക ചിന്തയിൽ രൂപപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നാം ശ്രമിക്കുമ്പോൾ ദൈവഹിതവും അപ്പുറമായിട്ട് നമുക്ക് നല്ലത് എന്താണോ എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. വചനം ശ്രദ്ധിച്ചു നോക്കിയ പ്രിയമുള്ളവരെ, ദൈവം പറയുന്നു, ഈ ലോകത്തിന് അനുരൂപപ്പെടരുത്. ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾ, ലോകചിന്തകൾ എല്ലാം അതനുസരിച്ച് നാം ജീവിക്കരുത്. മറിച്ച് മനസ്സിനെ നവീകരിക്കണം, രൂപാന്തരപ്പെടുത്തണം. അങ്ങനെ ഒരവസ്ഥയിൽ ദൈവഹിതം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. മനസ്സ് ലോകത്തോട് അനുരൂപപ്പെടുന്നില്ല, പക്ഷെ ദൈവഹിതത്തോട് അനുരൂപപ്പെടുന്നത്. ആ ഒരവസ്ഥയിൽ കർത്താവ് പറയുന്നു, നമുക്ക് നല്ലത് എന്തെന്നും പ്രീതിജനകവും പരിപൂർണമായത് എന്തെന്നും വിവേചിച്ചറിയുവാൻ അപ്പോൾ നമുക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതായത് പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ മൂല്യങ്ങളുമായി അത്യാഗ്രഹം, അധാർമികത, സ്വാർത്ഥത ഇതുമായിട്ടൊന്നും ചേർന്ന് നാം ജീവിക്കരുത്. നമ്മുടെ മനസ്സിനെ ആ തരത്തിൽ ഒരു ചായ്വ് ഉണ്ടാക്കരുത്. പകരമായിട്ട് നവീകരിക്കപ്പെട്ട ആത്മീയ രൂപാന്തരീകരണത്തിന് വിധേയനാകുവാൻ ദൈവം ഓർമ്മിപ്പിക്കുക. ഈ ഒരു ആന്തരിക പരിവർത്തനം, അല്ലെങ്കിൽ പ്രിയമുള്ളവർ, ദൈവത്തിന് ഇഷ്ടപ്പെട്ടതായ ഒരു മനസ്സിൻ്റെ രൂപീകരണം നമുക്ക് പാപകരമായ മാതൃകകൾ പിന്തുടരുന്നതിന് പകരം ദൈവത്തിൻ്റെ പൂർണ്ണതയിലുള്ള ഇഷ്ടം വിവേചിച്ചറിയുവാനും തെളിയിക്കുവാനും ജീവിക്കുവാനും സാധിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ ലോകത്തിന് അനുരൂപപ്പെടരുത്. പ്രിയമുള്ളവരെ, ദൈവിക ചിന്തയിൽ രൂപപ്പെട്ട ഒരു മനസ്സ്, ആ മനസ്സ് നവീകരിക്കപ്പെട്ട ഒന്നായി മാറും. ഈ ഒരു മനസ്സ് കിട്ടുവാൻ ആത്മീയ ശക്തി, ദൈവവചനം, പ്രാർത്ഥന, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്നിവയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. എങ്കിൽ പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ ചൈതന്യം, ലോകത്തിൻ്റെ ചിന്തകളനുസരിച്ച് നമ്മുടെ മനസ്സ് രൂപപ്പെടാതെ ദൈവിക ചിന്തയാൽ രൂപപ്പെടുവാനും മനസ്സിനെ രൂപപ്പെടുത്തുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ ചിന്തകളെ മാറ്റി സ്ഥാപിക്കുന്നതിലൂടെ പരിവർത്തനം, രൂപാന്തരീകരണമാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ രൂപാന്തരീകരണം സംഭവിച്ച ഒരു വ്യക്തിയായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ, നമ്മുടെ കുടുംബാംഗം സാധിക്കട്ടെ. നാം അതുപോലെ നമ്മുടെ മനസ്സ് രൂപപ്പെടുത്തുമ്പോൾ അത് നമ്മുടെ മക്കളെയും രൂപാന്തരപ്പെടുത്തും. അപ്പോൾ ദൈവത്തിന് സ്വീകാര്യമായ ഒരു വ്യക്തിയായി, കുടുംബമായി നമ്മുടെ കുടുംബം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വര ആശീർവാദം അച്ഛൻ തരാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ